ഹലോ എവ്രി വൺ, വെൽക്കം ടു ചായ ആൻഡ് പ്രെറ്റ്സൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണണേ. അപ്പം ഈ അഫ്ഗാനി പുലാവ് നമുക്ക് 1 പോട്ട് ഡിഷായിട്ട് ചെയ്യാം, പക്ഷേ ഞാനിവിടെ 2 പാത്രങ്ങളിലായിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചിക്കൻ ഞാനൊരു 750 ഗ്രാം എടുത്തിട്ടുണ്ട്, ഒരു 1.5 കപ്പ് ഓഫ് റൈസ് എടുത്തിട്ടുണ്ട്, ബാസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് അനിയൻ സ്ലൈസ് ചെയ്തതും, ഒരു വലിയൊരു ക്യാരറ്റ് ജൂലിയൻസ് ആയിട്ട് കട്ട് ചെയ്തതും, കുറച്ച് റേസിൻസ്, ഒരു ഹാഫ് ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് ക്യൂമിൻ സീഡ്സും മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് കുറച്ച് ആനിയൻ സ്ലൈസ് ചെയ്തതും ആ ഹാഫ് ഗ്രീൻ ചില്ലിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് സോൾട്ടും ക്യൂമിൻ സീഡ്സും പിന്നെ കുറച്ച് ഹോട്ട് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് അത് പ്രഷർ കുക്ക് ചെയ്തെടുത്തു. എനിക്ക് 4 വിസിൽസാണ് ഇവിടെ പ്രഷർ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വന്നത്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ വലിയൊരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ജൂലിയൻസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബ്ലാക്ക് റൈസിൻസും ഇട്ടിട്ട് അത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തു. അതിനുശേഷം ഞാൻ കുക്ക് ചെയ്ത് വെച്ച ചിക്കനും അതിൻ്റെ സ്റ്റോക്കും സെപ്പറേറ്റ് ചെയ്തു. ബാസ്മതി റൈസ് ഞാൻ ഓൾറെഡി കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞ കണക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഉള്ള സ്റ്റോക്ക് ഫുള്ള് ഞാൻ യൂസ് ചെയ്തു, പോരാത്ത ഹോട്ട് വാട്ടർ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. വലിയ കുക്കറിലേക്ക് ഞാൻ ആ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം അതിലേക്ക് പോരാത്ത ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച് ബാസ്മതി റൈസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ചിക്കനും ക്യാരറ്റ്സ് ആൻഡ് റേസിൻസ് കൂടെ ഇട്ടിട്ട് ഒരു 3 വിസിൽസ് വരെ അത് പ്രഷർ കുക്ക് ചെയ്തെടുത്തു. ഈ റെസിപ്പി ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ടൈമും ഒന്നും വേണ്ട. അത് മാത്രമല്ല നല്ല ഫ്ലേവർഫുള്ളുമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇട്ടേക്കുന്ന ഈ ക്യാരറ്റ്സും റേസിൻസും കുറച്ച് അധികമായി പോയില്ലെന്ന്. പക്ഷേ അത് അധികമായിട്ടൊന്നുമല്ല. ആ റേസിൻസും ക്യാരറ്റ്സും തരുന്ന സ്വീറ്റ്നെസ് തന്നെയാണ് ഈ ഒരു ഡിഷിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ ഷുഗറും ആഡ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയില്ല. ഈ ബ്ലാക്ക് റേസിൻസ് ഭയങ്കര സ്വീറ്റായിരുന്നു. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.